ഹായ് ഹലോ. ഞാൻ വെണ്ടയ്ക്ക കൃഷി നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നല്ല രീതിയിൽ വിളവ് കിട്ടും. നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നാൾ നിലനിർത്തി അത് ചെടിയെ നമുക്ക് പരിപാലിപ്പിച്ച് വെണ്ടയ്ക്ക എടുക്കാവുന്നതാണ്. ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെണ്ടയ്ക്ക വിത്തിട്ട് ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് മുളച്ച് ഒരു അത്യാവശ്യം നല്ല വലിപ്പത്തിലാവും. അത് ഒരു മൂന്നാമത്തെ ഇല വരുമ്പോഴത്തേക്ക് അത് നമ്മൾ പറിച്ച് നടാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പറിച്ച് നടുമ്പോൾ അതിൻ്റെ ഒരുപാട് വേരൊന്നും ഈ വെണ്ടയ്ക്കായ്ക്ക് കണ്ട് സ്ട്രെയിറ്റായിട്ടൊരു വേര് കാണും. ആ വേര് പൊട്ടാതെ വേണം നമ്മൾ പറിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കായ്ഫലങ്ങൾ കുറവായിരിക്കും. അതാണ് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ പറിച്ച് നടുമ്പോൾ അടിസ്ഥാന വളങ്ങൾ ഞാൻ നേരത്തെ ചെയ്യുന്ന കണക്ക് എല്ലാ വളങ്ങളും ഞാനത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മണ്ടയൊന്ന് നുള്ളി കൊടുക്കുക. മണ്ട നുള്ളിക്കഴിഞ്ഞാൽ നല്ല ശിഖരങ്ങൾ വരികയും ചെയ്യും, നല്ല കായ്ഫലങ്ങൾ തരികയും ചെയ്യും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പിന്നീട് പൂക്കൾ വരും. പൂക്കൾ നമ്മൾ കായ്ഫലങ്ങൾ വരുമ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് വലിച്ചിരിഞ്ഞൊരിക്കലും നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. ബ്ലേഡ് കൊണ്ടോ കത്രിക കൊണ്ടോ നമ്മൾ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ ഭാഗം വെച്ച് അവിടെ വെച്ച് ഫംഗസ് വരികയോ പിന്നെ അവിടെ നിന്ന് ഉണങ്ങി ചെടി ചീത്തയായി പോവുകയോ ചെയ്യും. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വൈറസ് രോഗം വരാതിരിക്കാൻ വേണ്ടി ആഴ്ചതോറും ഞാൻ കൊടുക്കുന്നത് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചവിട്ടി കൊടുക്കുകയും ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു രോഗവും വരാതെ ചെടിയെ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തി കൊണ്ടുപോകാവുന്നതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അടിസ്ഥാന വളം കൊടുത്തതിന് ശേഷം പിന്നീടൊരു വളം കൊടുക്കാൻ ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കയ്യിലുള്ള ഏതെങ്കിലും വളം കൊടുത്തതിന് ശേഷം കുറച്ച് കരിയിലയിട്ട് പൊതയിട്ട് കൊടുക്കുന്നതിന് ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. ചൂടിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാൻ വേര് വളർച്ചയ്ക്ക് ക്ഷതം സംഭവിക്കാതെ നല്ല വളർച്ചയുണ്ടാവും ചെടി. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഹീൽഡ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വെണ്ടയ്ക്ക കൃഷി ാണ്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ച് വെണ്ടയ്ക്ക കൃഷി ചെയ്തിട്ട് അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.